നിങ്ങളൊരു സ്പോട്ടിഫൈ യൂസർ ആണെങ്കിൽ ഉണ്ണി വ്ളോഗ്സ് എന്ന് സ്പോട്ടിഫൈയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ അവിടെ ആക്റ്റീവാണ്. ഈ ചാനലിലും മറ്റ് ചാനൽസിലുമായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസും ഒരു സ്ഥലത്ത് തന്നെ കാണാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ, ടെക് ഉണ്ട്, ട്രാവൽ ഉണ്ട്, ഫുഡ് ഉണ്ട്, സിനിമയുണ്ട്, ബുക്സ് ഉണ്ട്, പിന്നെ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും നമ്മൾ സ്പോട്ടിഫൈയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോസും അതിനകത്തേക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പഴയ കുറച്ച് വീഡിയോസ്, നല്ല വീഡിയോസ് അതൊക്കെയും സ്പോട്ടിഫൈയിൽ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ആയിട്ടും കാണാം, ഓഡിയോ ആയിട്ടും കേൾക്കാം. ആ രീതിയിൽ സ്പോട്ടിഫൈയിൽ അവൈലബിൾ ആണ്. സ്പോട്ടിഫൈ അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. അത് എനിക്കും വളരെ സഹായകമായിരിക്കും. അപ്പോൾ നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ സിനിമ കാണുന്നവരാണ്, സിനിമ കണ്ട് എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ സിനിമയ്ക്ക് എന്ത് തിരിച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ, നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ പൈസ കൊടുത്തില്ലേ, അത് പോരെ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമുക്ക് സിനിമാക്കാരെ സഹായിക്കാൻ പറ്റും. ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത് നമ്മളൊരു പുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നതാണ്. മലയാള ചലച്ചിത്ര ലോകത്ത് ത്രില്ലർ സിനിമകൾ എടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് തിരക്കഥ എഴുതുന്ന സമയത്ത് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ക്ലീഷയാണ് എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലെ ഉദ്ദേശം. എൻ്റെ കയ്യിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും. നമ്മുടെ ത്രില്ലർ സിനിമകളിൽ ആവർത്തിച്ച് വരുന്ന ക്ലീഷേഡ് എലമെൻറ്റുകൾ അല്ലെങ്കിൽ കണ്ടുമടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ പറയുന്ന പോയിൻറ്റ്സ് കൂടാതെ നിങ്ങളുടെ പോയിൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ ഈ വീഡിയോയുടെ താഴെ വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കമൻ്റ് ഉണ്ട്, എന്നാൽ പിന്നെ ഇതൊന്നും ഇല്ലാത്തൊരു സിനിമ നീ എടുത്ത് കാണിക്കുന്നു. ഗൈസ്, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ സ്ഥിരമായി നമ്മുടെ സിനിമകൾ നമ്മൾ കാണാറുണ്ട്. ഇതിൽ പലതും നമ്മളെ മടുപ്പിക്കുന്നതാണ്. പക്ഷേ ഇതേ എലമെൻറ്റുകൾ തന്നെ വളരെ ഗംഭീരമായിട്ട് എടുത്തു വെക്കുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന പല ക്ലീഷേകളും പല സിനിമകളിലും വിജയകരമായി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഫിലിം മേക്കറുടെ ഒരു കഴിവ് കൂടി ഇതിൽ വരുന്നുണ്ട്. നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ ഞങ്ങൾ കുറേ തവണ കണ്ടു, ഇതിൽ നിന്നൊന്ന് മാറ്റിപ്പിടിച്ചാൽ നന്നായിരിക്കും എന്ന് പറയുന്ന വളരെ ഹമ്പിളായിട്ടുള്ള ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ ഹംബിൾനെസ് എന്തായാലും ഈ കാര്യത്തിനെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം മതങ്ങളിൽ നിന്ന് ആരംഭിക്കാം. ത്രില്ലർ സിനിമകളിൽ ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു മതഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബൈബിളാണെന്നാണ്. കാരണം അനവധി ത്രില്ലർ സിനിമകളിൽ ബൈബിളിൽ നിന്ന് ക്ലൂ തരുന്ന, ഞാൻ ആലോചിക്കുന്ന ഈ ക്രിമിനലാവാൻ പോകുന്നവരൊക്കെ ആദ്യമേ ബൈബിൾ മുഴുവൻ കുത്തിയിരുന്ന് പഠിക്കുമോ? പഴയ നിയമവും പുതിയ നിയമവും അതിൽ ആരും വായിച്ചിട്ടില്ലാത്ത കാര്യങ്ങളും പിന്നെ മറ്റ് ഭാഷകളിൽ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ഭാഷകളിലൊക്കെയുള്ള അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ പഠിച്ചു വെച്ചിട്ട് ക്ലൂ കൊടുത്ത് കൊല്ലാൻ ഇറങ്ങുക എന്ന് പറയുന്നത് എന്തൊരു ടഫായിട്ടുള്ള ജേണിയാണ്. പക്ഷേ അത് തിരഞ്ഞെടുക്കുന്ന ഒരുപാട് സീരിയൽ കില്ലേഴ്സിനെ നമ്മൾ സിനിമകളിൽ കണ്ടു കഴിഞ്ഞു. മലയാളത്തിലും തമിഴിലും അടക്കം നിരവധി ഭാഷകളിൽ ബൈബിൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് ഗ്രന്ഥങ്ങൾ അധികമൊന്നും അങ്ങനെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. സേതുരാമയ്യർ CBI അദ്ദേഹത്തിൻ്റെ തുടക്കകാലങ്ങളിൽ അത്തരം ഗ്രന്ഥങ്ങളൊന്നും വായിക്കാറില്ലായിരുന്നു. പക്ഷേ ഈ സമീപകാലത്തേക്കൊക്കെ വരുമ്പോൾ, അവസാന സീരീസിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ മന്ത്രോച്ചാരണങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ക്രിസ്ത്യാനിറ്റിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ജൂതന്മാരാണ്. ജൂത പുസ്തകങ്ങൾ, അതുപോലെ ജൂതന്മാരുടെ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള പെട്ടികൾ, അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ നമ്മുടെ മലയാള സിനിമയിൽ ആവർത്തിച്ച് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിപ്പോൾ അറിയാൻ പറ്റും ഒരു സിനിമ അതിൻ്റെ ഒരു കളർ ടോണും പിന്നെ അതിൽ വരുന്ന ചില താരങ്ങളെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് അവിടെ നിന്ന് തന്നെ ക്ലൂ വരാൻ പോകുന്നത് എന്ന് പറയുന്നൊരു തോന്നലിലേക്ക് നമ്മൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മാറ്റം വന്നാൽ നല്ലതായിരുന്നു. ത്രില്ലർ സിനിമകളിൽ, ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലീഷേ എന്ന് പറയുന്നത്, കേസ് അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന് അയാൾക്കൊരു നല്ല കുടുംബം ഉണ്ടാവില്ല, അയാൾക്ക് നല്ലൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ഡിവോഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലായിരിക്കും, ചിലപ്പോൾ ഭാര്യ ഉപേക്ഷിച്ച് പോയതായിരിക്കും, മക്കൾക്ക് ഇയാളെ യാതൊരു താല്പര്യവും ഉണ്ടാവില്ല, ഇയാൾക്ക് സ്വന്തമായി വെപ്പും കൂടിയോ ഒന്നും ഉണ്ടാവില്ല, ഒരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണമെന്നറിയില്ല, ഒരുമാതിരി ഒരു മൊരട്ട് സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലത്തെ അങ്ങനത്തെ ഒരാളായിരിക്കും. ചിലപ്പോൾ പമ്മി നിൽക്കുന്ന ആളായിരിക്കും. പക്ഷേ ഇയാൾക്ക് കുടുംബം വാഴില്ല. ലോകത്തുള്ള സകലമാന കാര്യങ്ങളും ഇയാൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കാൻ പോകുന്നത് സകലതും മനസ്സിലാവും. പക്ഷേ സ്വന്തം പിള്ളേരും എന്താണ് ചിന്തിക്കുന്നതെന്നോ അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്നോ ഇങ്ങർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനത്തെ, അതിപ്പോൾ സ്ത്രീ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ആണെങ്കിലും അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. മെമ്മറീസും ഗ്രാൻഡ് മാസ്റ്ററും ഓഫീസർ ഓൺ ഡ്യൂട്ടിയും അടക്കം നിരവധി സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കുടുംബ പ്രേക്ഷകർ വരണം, പക്ഷേ കുടുംബം പരാജയമായി മാറിയ ഒരു ഓഫീസറെ ഞങ്ങൾ നിങ്ങൾക്ക് തരൂ എന്നാണ് അവരുടെ വാശി. ഇനി അഥവാ
നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് കുടുംബമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടെങ്കിൽ അത് അത്യാവശ്യം പ്രശസ്തരായിട്ടുള്ള അഭിനേതാക്കളാണ് ചെയ്യുന്നതെങ്കിൽ അവർ സിനിമയുടെ തുടക്കത്തിലൊന്നും മിണ്ടൂല. പക്ഷേ ക്ലൈമാക്സിൽ ഒരു ക്ലൂ ഇല്ലാതെ അട്ടം നോക്കിയിരിക്കുന്ന നായകൻ്റെ അടുത്ത് ചെന്നിട്ട് പുള്ളി മിക്കവാറും ഒരു ബോർഡിൽ കുറേ ഫോട്ടോ വെച്ചിട്ട് ചുവന്ന ചരട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഇതൊക്കെ നോക്കിയിട്ട് അല്ല നിങ്ങൾ ഈ സൈഡിലേക്ക് അന്വേഷിച്ച് നോക്കിയില്ലേ, അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ആലോചിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നൊരു ഭാര്യയോ കൂട്ടുകാരനോ അല്ലെങ്കിൽ ഈ കേസന്വേഷണത്തിൽ വലിയ ബ്രില്യൻ്റ് ഒന്നും അല്ലാത്ത ഒരാളൊക്കെ ആയിരിക്കും. ഇയാൾ വന്നിട്ട് ചുമ്മാ ഒരു ചോദ്യം ചോദിക്കും, വെയിറ്റ് നീ എന്താ എന്നോട് ഇപ്പോൾ ചോദിച്ചത്, നീ എന്താ ഇപ്പോൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ക്ലൂ കിട്ടിപ്പോകുന്ന ക്ലൈമാക്സ് എന്ന് പറയുന്നത് അത് അഞ്ചാം പാതിര കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രമ്യ നമ്പീശൻ കുഞ്ചാക്കോ ബോബൻ്റെ വൈഫായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. തുടക്കത്തിലേ അറിയാം ഇവർക്ക് എന്തോ കാര്യമായിട്ട് ചെയ്യാനുണ്ട്, അല്ലാതെ രമ്യ നമ്പീശൻ അവിടെ അഭിനയിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കൃത്യമായി ഒരു ഹിൻഡ് കൊടുക്കേണ്ട ഒരു സമയമാകുമ്പോഴേക്കും രമ്യ നമ്പീശൻ വന്നിട്ടൊരു ഹിൻഡ് അങ്ങോട്ട് കൊടുക്കും. മറ്റൊന്ന് വില്ലന്മാരുടെ എണ്ണമാണ്. അതായത് ഇത്തരം ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണിൽ വരുന്ന സിനിമകളിലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു പരിപാടിയാണ്. ആദ്യമേ ഒരാളെ വില്ലൻ ഷെയ്ഡിൽ അങ്ങ് നിർത്തും, കുറച്ച് മ്യൂസിക് ഇട്ട് കൊടുത്ത് നോട്ടവും ഭാവവും ഡ്രസ്സും ഒക്കെ കൊടുത്ത്, പിന്നെ പൈസയുള്ള ആൾക്കാരൊക്കെ വില്ലന്മാരാണ് എന്ന് പറയുന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. നാളെ ഞാൻ കുറച്ച് കോടീശ്വരനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചാരിറ്റി ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തോ ഇല്ലത്തരമുള്ള ആളാണ് എന്നെല്ലാവരും അങ്ങ് വിചാരിക്കും. ചാരിറ്റി ചെയ്താൽ എനിക്ക് എന്ത് വൃത്തികേടും കാണിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഓൾറെഡി ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വില്ലൻ ഷെയ്ഡിൽ ഒരാളെ ഇങ്ങനെ നിർത്തും. അപ്പോൾ അവനാണ് വില്ലൻ എന്ന് പറയുന്നത് തുടക്കം മുതലേ കാണിക്കും. അതിനുള്ള ക്ലൂവും മറ്റു കാര്യങ്ങളൊക്കെ ഇടുമ്പോഴേ നമുക്കറിയാം ഇയാളല്ല വില്ലൻ. കാര്യം വില്ലനെയൊക്കെ അവസാനമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക. ആദ്യമേ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വരെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരാൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അയാളൊരു വില്ലനല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് CBI സീരീസിൽ വന്നിട്ടുള്ള സിനിമകളാണ്. പിന്നെ സന്ദർഭവശാൽ നമ്മൾ കുടുംബാംഗങ്ങൾ സഹായിക്കുന്ന ആ ഒരു കാര്യം പറഞ്ഞതിൻ്റെ കൂടെ പറയാവുന്ന മറ്റൊരു ക്ലീഷ എന്ന് പറയുന്നത് ഒരു നോട്ടീസ് ബോർഡാണ്. അത് ഒന്നെങ്കിൽ ഓഫീസിലായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ വീട്ടിലായിരിക്കും ഉണ്ടാവുക. മിക്കവാറും വീടുകളിലാണ് ഇത്തരം ബോർഡുകളൊക്കെ പല പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥാപിക്കാറുള്ളത്. കുറേ ഫോട്ടോസും പത്രക്കട്ടിങ്ങും ഒക്കെ വെച്ച് ചുവന്ന നൂല് വെച്ച്, വേറെ ഒരു കളറും ഇല്ല കേട്ടോ. ചുവന്ന നൂലിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഈ ത്രില്ലർ സിനിമകളൊക്കെ വരുന്ന സമയത്താണ്. ചുവന്ന നൂല് വെച്ച് മാർക്ക് ചെയ്യുക, പിന്നെ വട്ടം വരച്ചിടുക തുടങ്ങിയിട്ടുള്ളൊരു നോട്ടീസ് ബോർഡ് മസ്റ്റാണ്. ബുള്ളറ്റിൻ ബോർഡ് കഴിഞ്ഞാൽ പിന്നത്തെ മെയിൻ പരിപാടി പാരലൽ അന്വേഷണമാണ്. മിക്കവാറും ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള മിക്കവാറും ബന്ധുക്കളോ കൂട്ടുകാരോ ഒക്കെയാണ് ഈ പ്രതിപട്ടികയിലോ അല്ലെങ്കിൽ വിക്റ്റിമായിട്ടോ വരുന്നതെങ്കിൽ പുള്ളി ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് അന്വേഷിക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഏജൻസി, അതായത് തുടക്കം കുറച്ച് അന്വേഷിച്ചു പക്ഷേ മറ്റൊരു ഏജൻസിനെ ഏൽപ്പിച്ചു, അതിൻ്റെ വാശിപ്പുറത്ത് ബാക്കി നമ്മൾ അന്വേഷിക്കുക എന്ന് പറയുന്ന ഈ പാരലൽ അന്വേഷണം പരിപാടി മിക്കവാറും സിനിമകളിൽ കാണാറുള്ള ഒന്ന് തന്നെയാണ്. അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു കാര്യം ഇരട്ടകളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. മിക്കവാറും ആദ്യമേ ഒരാളെ കാണിച്ചിട്ട് ഇയാളാണ് കില്ലർ എന്നുള്ള രീതിയിൽ അന്വേഷണം പരിപാടി പോകുമ്പോൾ ഇയാളായിരിക്കില്ല, അങ്ങനെയാണെങ്കിൽ ഇവർ ഇരട്ടകളാവാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നും. അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് ഈ ഇരട്ടകളാവാനുള്ള സാധ്യതയെ മാറ്റി നിർത്തുക എന്ന് പറയുന്നതിൽ അധികം സംവിധായകരും തിരക്കഥാകൃത്തുക്കളും അങ്ങനെ വിജയിക്കാറില്ല. തുടക്കത്തിൽ ഇങ്ങനെ ഇരട്ടകൾ വരുമെന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സിനിമകളിൽ പലതിലും അത് കണ്ടിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ, അത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കുടുംബം നോക്കാൻ പറ്റാത്ത കുടുംബം തകർച്ചയുടെ വക്കിലോ അല്ലെങ്കിൽ തകർന്ന് ഒരു ലെവലായിട്ടൊക്കെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഒന്നെങ്കിൽ ഇയാൾക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടാകും. സസ്പെൻഷനിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന്, അതായത് ഈ കേസ് അന്വേഷിക്കാൻ ഇയാൾ കഴിഞ്ഞിട്ടേ ഉദ്യോഗസ്ഥനുള്ളൂ. അതായത് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിക്കാൻ അറിയില്ല. സസ്പെൻഷന് പോയിട്ടുള്ള ഇയാൾ വിചാരിച്ചാൽ ഈ കേസ് കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അയാളെ പിടിച്ചുകൊണ്ട് വരിക. അതുപോലെ ഇടയ്ക്ക് വെച്ച് സസ്പെൻഡ് ചെയ്യുക, പിന്നെയും തിരിച്ചെടുക്കുക എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഈ സസ്പെൻഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഈ ത്രില്ലർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിലൊക്കെ മസ്റ്റായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്ട്രാറ്റജിയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. ഇൻ്റർവെൽ സമയമാവുന്ന സമയത്ത് അതുപോലെ ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോഴൊക്കെ നമ്മളോട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയും, എടാ ഇതാണ് ട്വിസ്റ്റ് കേട്ടോ, നിങ്ങളിത് മനസ്സിലാക്കിക്കോണം എന്ന് പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് ഒരാൾ നടന്നു വരുമ്പോൾ ട്യൂൺ ഇടുന്ന കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇയാളൊരു മെയിൻ സംഭവം പറയാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇയാളാണ് വില്ലൻ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇത് ഇവരിങ്ങനെ ചെയ്തേക്കുന്നത് നമ്മളെ ചുമ്മാ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഈ കഥയിൽ എന്താണോ വരാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ക്ലൂ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആദ്യമേ സംസാരിക്കുന്നു എന്നുള്ളത് ഒരു ഘടകം. രണ്ട്, രാക്ഷസൻ ഇമ്പാക്റ്റ് ആണോ എന്ന് പോലും അറിയില്ല. രാക്ഷസൻ സിനിമ ഹിറ്റായതിനു ശേഷം ടിങ് 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 ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുള്ള മ്യൂസിക് പരിപാടികൾ ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഒരേ ട്യൂൺ അല്ലെങ്കിൽ ഒരേ ടോൺ എന്നൊക്കെ നമുക്ക് പറയാവുന്ന പോലെ ഈ സെയിം പരിപാടികൾ ഒരുപാട് സിനിമകളിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. ഒരു ത്രില്ലർ സിനിമയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മ്യൂസിക് വേണം എന്ന് ആർക്കും ഒരു നിർബന്ധമുള്ളതുപോലെ, അല്ലെങ്കിൽ ഈ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ഒരു സാധാരണ സിനിമ വലിയ ഏതോ ക്രൈം ത്രില്ലറായി മാറും എന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്നതാണെന്നറിയില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളിലുള്ള ഈ ആവർത്തന വിരസതയും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വില്ലന്മാരെ ചൂസ് ചെയ്യുന്ന സമയത്ത്
ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളാണെങ്കിൽ, അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ നേരിടുന്ന ആളുകളാണെങ്കിൽ അവരാണ് വില്ലൻ എന്ന് പറയുന്നത് പോലത്തെ പരിപാടികൾ നമ്മൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതിനെതിരെ ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന, സമൂഹത്തിൽ ഓൾറെഡി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇങ്ങനെ വില്ലന്മാരും വില്ലത്തികളുമായിട്ട് കാണിക്കുക എന്ന് പറയുന്നത് അത് അവർക്കുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. സമൂഹം അവരെക്കുറിച്ച് ചിന്തിച്ചു വെക്കുന്നതും വളരെ മോശമായിട്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും ഈ ഒരു വിഭാഗത്തിൽ വരുന്ന, ഞാൻ ഈ പറഞ്ഞ കാറ്റഗറീസിൽ ഏതെങ്കിലും വരുന്ന ഒരാളെ വില്ലനാക്കി കാണിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ കില്ലർ ഒരു വുമണാണ് എന്ന് പറയുന്ന കണ്ടെത്തൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം നമ്മൾ സ്ത്രീയാണ് കൊലപാതകി എന്ന് വിചാരിച്ച് അതൊരു പുരുഷനായി മാറുക എന്ന് പറയുന്നതും ആവർത്തിക്കപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി കണ്ടും കേട്ടുമൊക്കെ ഒരുപാട് ശീലമായിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡറാണ് നമ്മുടെ കില്ലർ എന്ന് പറയുന്ന, ഇടത്തെ സൈഡിൽ നിന്ന് അടിക്കുമ്പോൾ വലത്തെ സൈഡിൽ മുറിവുണ്ടാവും എന്ന് പറയുന്ന കണ്ടുപിടുത്തം. പിന്നെ വാച്ച് കെട്ടിയിരിക്കുന്നത് വലത്തെ കയ്യിലായതുകൊണ്ട് ഇദ്ദേഹം ഇടംകൈയിലായിരിക്കും എന്ന് പറയുന്ന കണ്ടുപിടുത്തം. അങ്ങനെ ഇടംകൈയൻ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ ഒരുപാട് ക്രൈം ത്രില്ലർ സിനിമകളിൽ കണ്ടു കഴിഞ്ഞു. പിന്നെ ലഹരിക്കടിമയായ വില്ലൻ എന്ന് പറയുന്നത്, വില്ലനെ കാണിക്കുന്ന സമയത്ത് ആദ്യമേ ഒരു ലൈൻ ഇട്ടിട്ട് അത് മൂക്കുകൊണ്ട് വലിച്ചെടുക്കുക, അല്ലെങ്കിൽ പുക വിട്ടുകൊണ്ടിരിക്കുക, മദ്യപിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉരുക്കി കഴിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ ത്രില്ലർ സിനിമകളിൽ ഒരുപാടായി കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർജറികളാണ്. പല ത്രില്ലർ സിനിമകളിലും ആദ്യമൊക്കെ കിട്ടുന്നത് അജ്ഞാത മൃതദേഹങ്ങളൊക്കെ ആയിരിക്കും. ഈ മൃതദേഹം പരിശോധിച്ചിട്ട് ആരാ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ക്ലൂവും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരൊരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു, സർജറി ചെയ്തൊരു ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ സീരിയൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ആശുപത്രി കണ്ടുപിടിക്കാം, ആശുപത്രി കണ്ടുപിടിച്ച് നമുക്ക് ആരാണ് ഈ മരിച്ചത് എന്ന് കണ്ടെത്താം, അവിടെ നിന്ന് പുറകോട്ട് അന്വേഷിച്ച് നമുക്ക് പ്രതിയിലേക്ക് പോകാം എന്ന് പറയുന്ന ഒരു പാറ്റേൺ പല സിനിമകളിലും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പ്രതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ക്ലൂ ഇല്ലാതെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന സമയത്താണ് പ്രതിക്ക് ഒരു വെപ്പ് കൈയോ കാലോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കാലിൽ റോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സീരിയൽ നമ്പർ വെച്ചിട്ട് നമുക്ക് കാര്യം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെയും ഈ സർജറി എന്ന് പറയുന്നത് ഇത്തരം അന്വേഷണ സിനിമകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലൂ ആയി മാറാറുണ്ട്. പിന്നെ ഇതൊരു മികച്ച പരിപാടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ഒരു പ്രതി ഉണ്ടാവുക എന്ന് പറയുന്നത്. സിനിമ തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാവും എന്നുണ്ടെങ്കിലും ഞങ്ങളിത് ക്ലൈമാക്സ് ആകുമ്പോൾ ട്വിസ്റ്റായിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്ന പല സിനിമ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതേസമയം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ ബ്രില്യൻ്റായി ആ ഒരു സസ്പെൻസ് ഫാക്ടർ നിലനിർത്തിക്കൊണ്ടു പോകുന്ന സിനിമകളും ഉണ്ട്. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. അതായത് വില്ലനെ പിടിക്കാൻ പോകുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് നമ്മുടെ പോലീസുകാർ ചെയ്യുമല്ലോ. ഇവൻ ഒരു വീട്ടിലുണ്ടെന്നറിയും. അപ്പോൾ ഒരു 3-4 പോലീസുകാർ, ഒരാൾ ഫ്രണ്ട് ഡോറിൽ, ഒരാൾ ബാക്ക് ഡോറിൽ, അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ പ്രതി പുറത്ത് ചാടിയിട്ട് ആദ്യം കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചിടും, പിന്നീട് വരുന്ന 2 പോലീസുകാരെ തട്ടി മറിച്ചിടും. അങ്ങനെ ഈ പോലീസുകാരൊന്നും വിചാരിച്ചാൽ ഇവനെ കിട്ടില്ല, കൈ നിൽക്കില്ല. അമ്മ അതിലൊരു രാജാനബാഹു വൻ ഓട്ടോ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു കോളനിക്കകത്തുനിന്ന് ഓടിച്ചിട്ടതായിരിക്കും. അങ്ങനെ ഓടി ഇവൻ വരുന്ന സമയത്ത് ബാക്കി ഒരു പോലീസുകാരനും കിട്ടൂല. പക്ഷേ നമ്മുടെ മെയിൻ പോലീസുകാരൻ ചുമ്മാ ഒരു ഇടിയിടിക്കും. അവൻ അപ്പം തന്നെ ഹയ്യ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് കുഴഞ്ഞങ്ങ് വീഴുന്നു. അവനെ ബാക്കി പോലീസുകാർ കീഴടക്കുന്നു. അങ്ങനെ ഒരു വില്ലൻ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് മെയിൻ പോലീസുകാരൻ്റെ ഇടികൊണ്ടേ വീഴൂ എന്ന് പറയുന്ന ക്ലീഷയും നമ്മൾ ഒരുപാട് സിനിമകളിൽ കാണുന്നു. ഈ ഏറ്റവും അവസാനം കണ്ട ഈ തനിനിറത്തിൽ ആ ക്ലീഷയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കണ്ടത് എനിക്ക് ഭയങ്കര ആശ്വാസമായിട്ട് തോന്നി. ഇനി മിക്കവാറും ഇത്തരം ത്രില്ലർ സിനിമകളിൽ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ സീരിയൽ കില്ലറായിട്ടുള്ള ആളൊക്കെ ആയിരിക്കും പ്രതി. ചിലപ്പോൾ സീരിയൽ കില്ലറൊന്നും ആയിരിക്കില്ല, 1-2 പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അതിനിടയിലും വെറുതെ ക്ലൂ കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം എനിക്കെതിരെ ഒരു അനീതി ഉണ്ടായി, എനിക്ക് അനീതി ഉണ്ടാവാൻ കാരണമായിട്ടുള്ള 3-4 പേരെ അങ്ങ് കൊന്നു തീർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് നിർത്താമല്ലോ. പക്ഷേ ഒരു കാര്യമില്ലാതെ ഞാനിത് ആവർത്തിച്ച് ഒരു പ്രതിമ ഒരു സ്ഥലത്ത് കൊണ്ടിടുക, കുത്തുന്ന കത്തി സെയിം കത്തി തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൊല്ലുന്നതിന് മുമ്പ് ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു സീരിയൽ കില്ലറായി മാറുന്ന രീതിയിൽ പലപ്പോഴും നമ്മൾ സിനിമകളിൽ വില്ലന്മാരെ കാണാറുണ്ട്. ആക്ച്വലി അവർ 4 പേരെ കൊല്ലാൻ വേണ്ടി തുടങ്ങിയതാണ്, 4 കൊന്ന് നിർത്തിയാനെ. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു കാര്യമില്ലാതെ പുറകെ പോകുന്നു മനസ്സിലാവുമ്പോൾ എന്നാൽ ഞാൻ ശരിയാക്കി തരാടാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാതെ പോലീസുകാരെ വിളിച്ചിട്ട് നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, ഞാൻ അടുത്തൊരു കൊലയും കൂടി ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ, കൊല്ലാൻ പോകുന്നത് എന്താണെന്നറിയാമോ എന്ന് പറഞ്ഞ് ക്ലൂ കൊടുക്കുന്ന വില്ലൻ എന്ന് പറയുന്നത് നമ്മൾ പല സിനിമകളിലും ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ പിടിക്കപ്പെടില്ല എന്നറിയുമ്പോഴുള്ള ആ ത്രില്ലിൻ്റെ പുറത്ത് സൈക്കോകളായിട്ടുള്ള ആളുകൾ പോലീസുകാരെ വെല്ലുവിളിക്കും. എന്നിട്ട് ആ വെല്ലുവിളിയിലായിരിക്കും ഇവൻ ഒടുങ്ങുന്നത്. എന്താ ഈ സൈക്കോ കില്ലേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ത്രില്ലർ സിനിമകൾ കാണാത്തത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരു 2 സിനിമയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്തിനാണ് ഇവരെ കൊണ്ടൊന്നും പറ്റൂല, അന്വേഷിച്ചിട്ട് നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ എന്തിനാണ് വെറുതെ ക്ലൂ കൊടുത്ത് അനാവശ്യമായിട്ട് വെല്ലുവിളിച്ച് പോയി വലയിൽ ചാടുന്നത്. ചില സിനിമകളിൽ, ഇത്തരം ത്രില്ലർ സിനിമകളിലൊക്കെ അവസാനമാകുമ്പോഴേക്കും ട്വിസ്റ്റിൻ്റെ ഒരു മഴ തുടങ്ങും. വേനൽക്കാലത്ത് പെയ്യുന്നൊരു മഴയുണ്ടല്ലോ, ആദ്യം ഒരു തുള്ളി വന്ന് വീഴും, പിന്നെ അടുത്ത തുള്ളി എന്ന് പറഞ്ഞു, പിന്നെ ബക്കറ്റിൽ കോരി ഒഴിച്ചതുപോലെ ബുഷ്ക് എന്ന് പറഞ്ഞിട്ട്
വെള്ളം വീഴുന്ന അതൊരു സ്ട്രോങ് മഴ വരില്ലേ. നമ്മുടെ ജീത്തു ജോസഫൊക്കെയാണ് അത്തരം ട്വിസ്റ്റുകളൊക്കെ തുടങ്ങി വെക്കാറുള്ളത്. ഒരു ട്വിസ്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ട്വിസ്റ്റ്, 2 ട്വിസ്റ്റ്, അങ്ങനെ ഇരുട്ടിൽ നിന്ന് ട്വിസ്റ്റുകൾ ഇങ്ങനെ തെറിച്ച് വീഴുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ട്വിസ്റ്റ് മഴ. ആ മഴ തുടങ്ങുമ്പോഴേ നമുക്കറിയാം ഇനി അങ്ങോട്ട് ഒരുപാട് ട്വിസ്റ്റുകളാണ്. ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് ആയി, ഇവിടെ കൊണ്ട് തീരും എന്ന് നമ്മൾ വിചാരിക്കും, എന്ന് സംവിധായകൻ വിചാരിക്കുന്നിടത്ത് നമ്മൾ പ്രതീക്ഷിക്കും ഇവിടെ കൊണ്ടൊന്നും നിർത്തില്ല, ഇനി ഇതിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടൊരു ട്വിസ്റ്റ് ഉണ്ടാവും നമ്മൾ വിചാരിക്കും. അങ്ങനെ തന്നെയാണ് അങ്ങനെ പല സിനിമകളും പോകാറുള്ളത്. അങ്ങനെ ട്വിസ്റ്റ് മഴ പെയ്യിക്കുക എന്ന് പറയുന്നത് ഇത്തരം സിനിമകളിൽ, ചില സിനിമകളിൽ കണ്ടിട്ടുള്ളൊരു രീതിയാണ്. ക്ലൈമാക്സിലെ ഫ്ലാഷ് ബാക്ക്. പ്രതികളായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ, ഈ ആദ്യത്തെ കൊല ചെയ്ത് തുടങ്ങാനോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് കൊല ചെയ്ത് രസിക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും. ആ ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ കില്ലറായിട്ടുള്ള ആൾക്ക് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു പാസ്റ്റാണ് ഉണ്ടാവുക. പക്ഷേ ട്രോമാറ്റിക് പാസ്റ്റ് ഇല്ലാത്ത ആളുകളും സീരിയൽ കില്ലേഴ്സായി മാറും എന്ന് ഒരുപാട് സൈക്കോളജിസ്റ്റുകളൊക്കെ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് അതിൽ ചില മാറ്റങ്ങൾ വരുത്താൻ 1-2 സിനിമകൾ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവസാനമാകുമ്പോഴേക്കും ഈ കില്ലറിന് ഒരു കാരണമൊക്കെ കൊടുത്ത് കണ്ടോ അവരുടെ ദുരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി പോയാൽ ആരായാലും സൈക്കോ കില്ലറായി പോകും എന്ന് പറയുന്ന പോലത്തെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ചില സിനിമകളിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനും പ്രതിയും തമ്മിൽ തുടക്കത്തിലൊന്നും ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ അവസാനം പറഞ്ഞും പിടിച്ചും വരുമ്പോൾ ഇവർ തമ്മിൽ നീ എൻ്റെ കുഞ്ഞമ്മയുടെ മൂത്ത മോൻ്റെ അളിയൻ്റെ പെങ്ങളുടെ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു കണക്ഷനും കൂടി ഉണ്ടാവും. ആ കണക്ഷനും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവസാനിപ്പിക്കുന്ന ഫ്ലാഷ് ബാക്ക് സിനിമകളും ഉണ്ട്. പിന്നെ പാസ്വേഡ് കണ്ടുപിടിക്കുക, വാപ്പച്ചിയുടെ ലെഗസി, അതിനെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ടതില്ലല്ലോ. പിന്നെ ഇത്തരം സിനിമകളിലെ TV ചാനലുകൾ അതൊരു ഭയങ്കര പരിപാടി കേട്ടോ. അതായത് ചായക്കടയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ TV-യിൽ ന്യൂസ് വരുന്നു. അതുവരെ ഒരു ന്യൂസും ഇല്ല, ആ TV മ്യൂട്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പ്രതികളായിരിക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതികളെ അവർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു, അവർ ഇന്നതാണ് എന്ന് പ്രതിക്ക് ക്ലൂ കൊടുക്കുന്ന പോലെ TV വർക്ക് ചെയ്യും. അതുപോലെ പൊളിറ്റീഷ്യൻസ് വീട്ടിലിരുന്ന് TV ഓൺ ചെയ്യുമ്പോൾ കറക്റ്റ് അവരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ടുള്ളൊരു ന്യൂസ് വരുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു പ്രമുഖ തലയെ തൊട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായി മാറി എന്നുള്ളത് IG-യുടെ റൂമിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ TV ഓൺ ചെയ്യുമ്പോഴും വരുന്നു. അങ്ങനെ TV ഓൺ ചെയ്താൽ ആവശ്യമുള്ള ന്യൂസ് മാത്രം കാണാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അത് നമ്മൾ ത്രില്ലർ സിനിമകളിലേ ഉള്ളൂ. റിയൽ ലൈഫിൽ നമ്മൾ നോക്കിയാൽ TV ഓണാക്കി കഴിഞ്ഞാൽ ആവശ്യമുള്ള ഒരു ന്യൂസും നമുക്ക് കിട്ടില്ല. ആവശ്യമില്ലാത്തതിൻ്റെ പുറത്തൊക്കെ കടന്ന് ബഹളം വെക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മളൊക്കെ ത്രില്ലർ സിനിമകളിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുമായിരുന്നു. TV ഓൺ ചെയ്താൽ ആവശ്യമുള്ള ന്യൂസ് മാത്രം. പിന്നെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ IG-ക്കും DIG-ക്കും വേണ്ടപ്പെട്ടവരാകുന്നു എന്ന് പറയുന്ന ഒരു ക്ലീഷേ പല സിനിമകളിലും വരാറുണ്ട്. തൻ്റെ തന്നെ ഈക്വൽ റാങ്കിലോ അല്ലെങ്കിൽ തൊട്ട് മുകളിലത്തെ റാങ്കിലോ നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ കഴുത്തിന് പിടിക്കുക, മൂക്കിനിട്ടിടിക്കുക, പച്ചയ്ക്ക് തെറി വിളിക്കുക, പബ്ലിക് സ്പേസിൽ അപമാനിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വളരെ കർക്കശക്കാരനായിട്ടുള്ള നായകൻ. ഇയാളെ ആദ്യം IG വിളിച്ച് ചീത്ത പറയും. IG-യോ DIG-യോ DYSP-യോ ആരെങ്കിലും ആയിക്കോട്ടെ, അവർ വിളിച്ച് ചീത്ത പറയുന്നു. ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ട് സ്വന്തം റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു മകനോടെന്ന പോലെ വാത്സല്യത്തോടു കൂടി നീ എന്താടാ ഇങ്ങനെ, നിനക്ക് നന്നായി കൂടറാ എന്ന് പറയുന്ന സ്നേഹോദരമായ ഉപദേശങ്ങൾ കൊടുക്കുന്നതും നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഇത്തരം സിനിമകളിലൊക്കെ നമ്മൾ പലപ്പോഴും ഒരുപാട് വാണിങ്ങുകൾ കേൾക്കാറുണ്ട്. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് വന്നു, അല്ലെങ്കിൽ നമ്മുടെ നായകൻ ഓടി നടന്ന് പറയും അങ്ങോട്ട് ആരും പോകരുത്, സാർ ഇങ്ങനെ ചെയ്യരുത്, ഇത് അപകടമാണ്. പക്ഷേ പാലിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്, അതായത് ഇറ്റ്സ് ടു ലേറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരെയും ഈ വാണിങ്ങുകൾ എല്ലാവരും അവഗണിക്കുന്നു എന്ന് പറയുന്നതും നമ്മൾ ഒരുപാട് സിനിമകളിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ളതാണ്. പിന്നെ വെടിവെച്ചാലും തീരാത്ത തോക്ക്, അത് ഇങ്ങനെയുള്ള പല സിനിമകളിലും നമ്മൾ കാണാറുണ്ട്. കാരണം നായകൻ കയ്യിൽ തോക്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ അച്ചം പുച്ഛം വെടിവെപ്പാണ്. വെടിവെച്ച് ഇവിടെ ഒരു AK-47 പോലും ഒരു റൗണ്ടിൽ ഇത്രയും ബുള്ളറ്റ് ഉണ്ടാവില്ല, അതിൽ വെടിവെപ്പാണ്. പക്ഷേ ഉണ്ട തീരില്ല. അതേസമയം വില്ലൻ്റെ തോക്കിൽ ഉണ്ടയൊക്കെ തീരും. ചില തോക്കുകൾ പെട്ടെന്ന് അങ്ങ് ക്ഷീണിക്കും, ഉണ്ടയൊക്കെ തീരും. ഉണ്ട തീർന്നു കഴിഞ്ഞാലും നായകൻ ആ തോക്ക് വെച്ച് എറിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ കാറ്ററിജ് വെച്ച് എറിഞ്ഞിട്ടൊക്കെ പ്രതികളെ എറിഞ്ഞിടുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പുള്ളി ആദ്യമേ തോക്ക് വെച്ച് എറിഞ്ഞാൽ മതിയായിരുന്നില്ലേ, വെറുതെ ഉണ്ട വേസ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. പിന്നെ പിടിച്ചില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷനിൽ ആള് മാറിപ്പോവുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. ഒരു വില്ലനെ ചേസ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ ഇവൻ തന്നെ വില്ലൻ എന്ന് ഉറപ്പിച്ച് അവൻ്റെ തോളത്ത് കൈവെക്കുമ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാളെ അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഈ ത്രില്ലർ സിനിമകളിൽ മാത്രമാണ് ഒരേ കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള നാട്ടുകാരും വില്ലന്മാരും ഉണ്ടാവുക. അങ്ങനെ മാറിപ്പോവുക എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി പല സംവിധായകരും ഉപയോഗിക്കാറുണ്ട്. പിന്നെ വില്ലൻ്റെ ചിരി അതൊരു മെയിൻ സാധനമാണ്. എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പാറ്റേൺ പിടിച്ചിട്ടുള്ള ചിരിയായിരിക്കും. ആ ചിരി നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കേൾക്കുക എന്ന് പറയുന്നൊരു പരിപാടി. പിന്നെ ഫോണിൽ കൂടി കേൾക്കുന്ന വില്ലൻ്റെ ചിരികൾ, അങ്ങനെ വില്ലൻ്റെ നല്ല രസമുള്ള ചിരികൾ ഇത്തരം സിനിമകളിൽ മസ്റ്റാണ്. പിന്നെ എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യമുണ്ട്, നിങ്ങളിൽ ചിലർക്ക് ചിലപ്പോൾ അത് പറ്റുമായിരിക്കും, ഫോട്ടോഗ്രാഫിക് മെമ്മറി. അതായത് 6 മാസം മുമ്പ് ബസ്സിൽ യാത്ര ചെയ്ത ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ രേഖാചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചിട്ട് അയാളുടെ ഒറിജിനൽ ഫോട്ടോ തോറ്റു പോകുന്ന പോലത്തെ രേഖാചിത്രം വരയ്ക്കുന്നു. എനിക്കിതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഒരു ഫോട്ടോ വരച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ തലയും കുത്തി നിന്നാലും പുരിക്കോ
മുഖം അങ്ങനെ മുന്നിൽ കൊണ്ടുവച്ചാൽ ചിലപ്പോൾ ഇതായിരിക്കും എന്ന് പറയാനറിയാമെന്നല്ലാതെ പുരികത്തിൻ്റെ വണ്ണം, മീശയുടെ വലിപ്പം, ചുണ്ടിൻ്റെ വീതി, കണ്ണിൻ്റെ ലെവൽ, ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് വരയ്ക്കുന്നത്? അങ്ങനത്തെ കുറേ മനുഷ്യന്മാർ നമ്മുടെ ലോകത്തുണ്ട്. ആ മനുഷ്യരെല്ലാവരും ത്രില്ലർ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുമോ? എനിക്കങ്ങനെ പറ്റൂല കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഇനി അഥവാ ഒരു കില്ലറൊക്കെ എൻ്റെ മുന്നിൽ കൂടി പോയി കഴിഞ്ഞാൽ പോലീസുകാർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇത് വരച്ച് കൊടുക്കും, അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റുന്ന ആൾക്ക് ക്ലൂ പറഞ്ഞു കൊടുക്കുമെന്ന് ആലോചിച്ച് ഞാൻ പലപ്പോഴും ഉറക്കമില്ലാതെ അലഞ്ഞിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്ന് വരുന്ന പ്രഷർ, അത് ഇത്തരം സിനിമകളിൽ മസ്റ്റാണ്. ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുമ്പോൾ നമ്മുടെ നായകൻ വില്ലനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു ക്ലൂവും കിട്ടാതെ വെറുതെ ചായയും കുടിച്ച് പരിപ്പോടയും കഴിച്ച് നടക്കുകയായിരിക്കും. അപ്പോഴും മേലുദ്യോഗസ്ഥൻ വിളിക്കും, എടോ എനിക്ക് മോളിൽ നിന്ന് ഭയങ്കര പ്രഷറുണ്ട്, താനിതൊന്ന് ശരിയാക്കിക്കേ. CM ഓഫീസിൽ നിന്ന് നേരിട്ട് വിളിച്ച് പറഞ്ഞു. CM വേറെ ഒരു പണിയില്ലല്ലോ, പിന്നെ മോളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളല്ലോ. അങ്ങനത്തെ ഒരു പ്രത്യേകത ഇത്തരം സിനിമകളിൽ കാണാനുണ്ട്. രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന പല കേസുകളും സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊലക്കേസൊക്കെ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കുക എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോഴും മോളിൽ നിന്ന് വരുന്ന പ്രഷർ വന്നുകൊണ്ടേയിരിക്കും. കോടതിയിൽ തോറ്റുപോകുന്ന നായകനും നമ്മൾ ഒരുപാട് വട്ടം ഇത്തരം സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ്. വില്ലനുണ്ടാവും, വില്ലന് വേണ്ടിയിട്ടുള്ള തെളിവുകളെല്ലാം ഒരുക്കിയിട്ടുണ്ടാവും, കംപ്ലീറ്റ് പരിപാടികളുണ്ടാവും. പക്ഷേ കോടതി ചെല്ലുമ്പോൾ ഒരു വക്കീൽ 4 തെളിവെടുത്ത് തിരിമറി നടത്തുമ്പോഴേക്കും തോറ്റുപോയി. ജഡ്ജിയുടെ വായിരിക്കുന്ന ചീത്തയും കേട്ട് നാണിച്ച് താഴോട്ടിറങ്ങി വരുന്ന നായകൻ എന്ന് പറയുന്നത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വില്ലൻ ആ വഴി അങ്ങ് പോയാൽ മതി, ആ വഴി രക്ഷപ്പെട്ടു പോകാൻ പറ്റും. പക്ഷെ അവൻ പോവില്ല. അവൻ അവിടെ നിന്ന് നായകനെ പുച്ഛിച്ച് കളിയാക്കി വാശി കയറ്റി തൻ്റെ കുഴി തോണ്ടി എന്ന് ഉറപ്പിച്ചിട്ടേ വീട്ടിൽ പോകുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് റാൻഡം ടോക്കിനിടയ്ക്ക് ക്ലൂ കിട്ടുന്ന നായകന്മാർ. അതും ഇത്തരം സിനിമകളിലെ ഒരു ക്ലീഷയാണ്. ഇത്തരം കുറച്ച് ക്ലീഷേഴ്സ്, വളരെ കുറച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ. കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഇത്രയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ നിങ്ങളും ഇത്തരം ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇത്തരം കുറേ ക്ലീഷേഴ്സ് നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ. വന്നു തുടങ്ങുമ്പോഴേ മറ്റേ കാളവാല് വെക്കുമ്പോഴേ അറിയാമെന്ന് പറയുന്നത് പോലത്തെ ക്ലീഷേഴ്സ്, അത്തരം ക്ലീഷേഴ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നമുക്ക് ഈ വീഡിയോയും ഇതിൻ്റെ കമൻറ്റ് ബോക്സും പൊതുജന താല്പര്യാർത്ഥം പോസ്റ്റ് ചെയ്യാം. ഏതെങ്കിലുമൊക്കെ തിരക്കഥാകൃത്തുക്കൾക്ക് നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ, നല്ല സിനിമകളുണ്ടാവട്ടെ. നമ്മൾ മലയാള സിനിമയ്ക്ക് എന്ത് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുത്തു എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ അത്തരം ക്ലീഷേഴ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.